വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കാസർഗോഡ് നിന്ന് വരുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വീണ്ടും മുടങ്ങി. ഡോക്ടർ ഇല്ലാത്തതാണ് ഈ പോസ്റ്റ്മോർട്ടം മുടങ്ങാൻ കാരണം. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇതാദ്യമായിട്ടല്ല ഈ സംഭവം അവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഒരേ ഒരു ആശുപത്രിയാണെന്ന് തോന്നുന്നു അവിടെ കാസർഗോഡ് ജനറൽ ആശുപത്രി. പക്ഷെ അവിടെ ഇങ്ങനെ ഡോക്ടേഴ്സ് ഇല്ലാത്തൊരു പ്രതിസന്ധി അത് കഴിഞ്ഞ ആഴ്ചയും വാർത്തയായതാണ്. ആ സമയത്തും ഈ രീതിയിൽ 24 മണിക്കൂർ അവിടെ ഒരു മൃതദേഹം വരികയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാതെ വരികയും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഈ പ്രതിസന്ധിയും അവിടുത്തെ പ്രതിഷേധവും ഒക്കെ വാർത്തയായതുമാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത് വീണ്ടും? പ്രജിൻ, സംസ്ഥാനത്ത് തന്നെ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി. ഈ ജനറൽ ആശുപത്രിയിലാണ് തുടർച്ചയായി ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം മുടങ്ങുന്നൊരു സാഹചര്യമുള്ളത്. അതിന് കാരണമെന്ന് പറയുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നാണ്. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ആശുപത്രിയിൽ 5 ഡോക്ടർമാരെങ്കിലും മിനിമം വേണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ്മോർട്ടം മുടങ്ങിയ സമയത്ത് 2 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ഒരു ഡോക്ടർ ട്രാൻസ്ഫറായി പോയി എന്ന് ആശുപത്രി വിശദീകരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ആ ഡോക്ടർ ലീവിലുമാണ്. പകരം അനസ്തേഷ്യയുടെ ഡോക്ടറാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 2 മൃതദേഹങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഒന്ന് മൂളിയാർ സ്വദേശിയായ അച്യുതൻ്റെ മൃതദേഹമാണ്. 2 പൈവളിയിൽ നിന്നെത്തിച്ച ഏലിയാസിൻ്റെ മൃതദേഹമാണ്. ഈ 2 മൃതദേഹവും ഇതുവരെയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല. ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. അവർ പറയുന്നത് 24 മണിക്കൂറോളം ഇവിടെ കെട്ടിക്കാത്ത് കിടക്കുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ബന്ധുക്കൾ ആരാളുടെ ബന്ധുക്കൾ? ഇന്നലെ രാത്രി ആണ് അച്ചോട്ടൻ മരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണി സമയത്താണ് അച്ചോട്ടൻ മരിക്കുന്നത്. അച്ചോട്ടൻ മരിച്ചത് അറ്റാക്ക് വന്നിട്ടാണ് മരിക്കുന്നത്. അറ്റാക്ക് ചെയ്ത ബോഡീനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. CM ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് അച്ചോട്ടൻ മരിക്കുന്നത്. അല്ല, അത് പോലീസിന് ഇൻറ്റിമേഷൻ ലഭിച്ചോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ഇവിടെ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഇവിടെ വന്നിട്ട് സംഭവിച്ചത് രാവിലെ 11 മണിക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 11 മണിക്ക് സമയത്ത് നമ്മൾ കുറേ സമയം ബോഡി വെച്ചിട്ട് കാത്തിരുന്നിട്ട് അവസാനം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റൂല, ഇതിന് കൃത്യമായ മരണത്തിൻ്റെ കാരണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ CM ഹോസ്പിറ്റലിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ചെയ്തു തരാമെന്ന്. ഫോറൻസിക് സർജൻ ഉണ്ടോ നിലവിൽ? അതോ അനസ്തേഷ്യ? നിലവിൽ ഫോറൻസിക് സർജൻ ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഒരു ഡോക്ടർ മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. ഒരുപാട് ബോഡി ഒരു അനസ്തേഷ്യയുടെ ഡോക്ടറാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് ഡോക്ടർമാർ വേണ്ട ഈ സ്ഥലത്ത്. ഈ നമ്പർ 1 കേരളയിൽ ഈ രീതിയിലാണ് ആരോഗ്യ മേഖല പോകുന്നതെങ്കിൽ നമ്മളെ പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടുന്ന് പരിഹാരത്തേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അറ്റാക്ക് വന്നിട്ട് മരിച്ച ഒരാളുടെ ബോഡിനെ ആർക്കും പരാതിയില്ലാത്ത സമയത്ത് പരിഹാരത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്നിട്ടുള്ള ഡോക്ടർ പറഞ്ഞത്. ഇതിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. പ്രജിൻ, ഇതുവരെയും ഈ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിനായി ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോകണമെന്നാണ് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ പൈവളിയിൽ നിന്നെത്തിച്ച ഏലിയാസിൻ്റെ ബന്ധു നമുക്കിപ്പോൾ ചേരുകയാണ്. എത്ര നേരം ഇപ്പോൾ പുറത്ത് മൃതദേഹമായിട്ട് വെയിറ്റ് ചെയ്തു? ഒരു മണിക്കൂറായി. ഇതിപ്പോൾ എങ്ങനെ മരിച്ചതാ? എങ്ങനെ മരിച്ചെന്ന് അറിയില്ല. വീട്ടിൽ മരിച്ച 2 പേരെ കൊണ്ടുവന്നിട്ട് അവിടെ വീട്ടിലെത്തിച്ചു ബോഡി. പ്രജിനി, പൈവളിക സ്വദേശിയുടെ മൃതദേഹം അവിടെ വീട്ടിൽ ഒരു മർഡർ കേസാണ്. ആ മർഡർ കേസും മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായി. പക്ഷേ പോസ്റ്റ്മോർട്ടം ആ മൃതദേഹം ഇവിടെ ചെയ്യാൻ കഴിയുമോ എന്നത് അറിയില്ല. കാരണം മർഡർ കേസാണ്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ടതുണ്ടാകും. തുടർച്ചയായി കാസർഗോഡ് ജില്ലയിൽ ജനറൽ ആശുപത്രിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു. ആരോഗ്യവകുപ്പിൽ നിന്ന് കൃത്യമായൊരു മറുപടി ലഭിക്കുന്നില്ല, പരിഹാരം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ പേപ്പറിൽ 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്താവുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് രേഖകൾ അങ്ങനെയാണ്. പക്ഷേ 24 മണിക്കൂർ പോയിട്ട് ഇവിടെ 4 മണി വരെ വന്നാൽ പോലും ചെയ്യാൻ കഴിയാത്ത, പോസ്റ്റ്മോർട്ടം നടത്താത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ 3 ബോഡിയാണുള്ളത്. 2 ഇന്നലെ തന്നെ വന്നു. ഒരു അച്യുതൻ എന്ന് പറയുന്ന മുളിയാറിലെ ബോഡി ഇന്നലെ 11:30 മണിയാകുമ്പോഴേക്കും ഇന്ന് രാവിലെ തന്നെ എത്തി. പക്ഷേ ഇതുവരെ പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായില്ല. DOMനെ ബന്ധപ്പെട്ടു, DOM ഇടപെടാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രതിഷേധത്തെ തുടർന്ന് മാത്രമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. പരിഹാരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. പരിഹാരത്താണെങ്കിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയില്ല, ഞായറാഴ്ചയാണെന്ന് അവിടെ ഡോക്ടറില്ല എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ
വല്ലാത്ത രീതിയിൽ അവഗണിക്കുന്ന രീതിയാണ്. ഈ ഉത്തരവാദപ്പെട്ട ആരുമില്ല ഈ ഹോസ്പിറ്റലിൽ. ഇവിടെ ഫ്രീസറുണ്ട്, ഫ്രീസറിൻ്റെ സൗകര്യമുണ്ട്. 1 മണിക്കൂറായിട്ട് അവിടെ ആംബുലൻസ് ആ പൈവളികയിലെ ബോഡി വന്ന് 1 മണിക്കൂറായിട്ട് ആ വെയിലത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിഷേധത്തെ തുടർന്നിട്ടാണ് അത് തുറന്നു കൊടുത്തത്. തുറക്കാൻ പോലും തയ്യാറല്ല. അങ്ങനെ തികഞ്ഞൊരു അലംഭാവമാണ് ഈ ഹോസ്പിറ്റലിലെ അധികൃതർ കാണിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതിന് ഒരു നാഥനില്ലാത്തൊരു അവസ്ഥയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്, ഇവർ കൈയൊഴുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മറ്റെവിടെയെങ്കിലും പറഞ്ഞയക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ഉത്തരവാദിത്ത രാഹിത്യമാണ് ഇവിടെ കാണിക്കുന്നത്. ശക്തമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ആവർത്തിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ അഭ്യർത്ഥനയും ഒക്കെ ഉണ്ടായിട്ടും ഇതിൽ കാര്യമായിട്ട് ഇടപെടാൻ സർക്കാർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. പ്രജിൻ, തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ 2 തവണയാണ് ഈ ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മുടങ്ങുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. പ്രജിൻ, ശരി, അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു പ്രതിസന്ധി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉണ്ടാവുന്നത്. അവിടെ പേരിന് മാത്രമാണ് 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം സൗകര്യം എന്നത് വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. ഡോക്ടേഴ്സിന്റെ കുറവാണ്, ഡോക്ടേഴ്സിന്റെ എണ്ണത്തിലുള്ള കുറവാണ് ഈ പ്രതിസന്ധിക്ക് അവിടെ കാരണമായിരിക്കുന്നത്.